മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 23/9/1997 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം. മകയിരം 4-ാം പാദം. കുംഭലഗ്നം. ലഗ്നത്തിൽ കേതു, 2-ൽ ശനി, 3, 4 ഭാവങ്ങൾ. ശൂന്യം 5-ൽ ചന്ദ്രൻ, 6 ശൂന്യം, 7-ൽ ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, 9-ൽ ശുക്രൻ, 10-ൽ കുജൻ, 11-ൽ ഗുളികൻ, 12-ൽ നീചനായി വ്യാഴം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അത്യാവശ്യം നല്ല ഒരു ഗ്രഹനില തന്നെയാണ്. 1-2 കാര്യങ്ങൾ ഒഴിച്ച് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വിശദമായി തന്നെ പറയാം. പ്രധാനമായും കുംഭലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനി ധനസ്ഥാനമായിട്ടുള്ള 2-ൽ നിൽക്കുന്നു, നല്ലതാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൽ കേതു അവിടെ നിൽക്കുമ്പോൾ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരും. അത് ബുധനോടൊത്ത് നിൽക്കുമ്പോൾ ബുധനും രാഹുവും ഒരേപോലെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് പ്രധാനമായും ഈ ലഗ്നത്തിൽ കേതു രാഹുവിൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ചാടിക്കയറി അതിലൊരു തീരുമാനമെടുക്കുന്നു, അത് ചെയ്യാമെന്നോ ചെയ്യുന്നില്ലെന്നോ തീരുമാനിക്കുന്നു, അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ബുധൻ. ഇവിടെ രാഹു വല്ലാതെ പ്രേരണ തരും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യാതിരിക്കൂ, ഇങ്ങനെ ചെയ്യാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് രാഹു വല്ലാതെ പ്രേരിപ്പിക്കും. അപ്പോൾ അതിലെ നല്ലതെന്ത്, ചീത്തയെന്ത്, അത് ചെയ്താൽ എന്തൊക്കെയാണ് നല്ലത്, ചീത്ത ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് നല്ലത്, ചീത്ത, ഇതൊരു കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയ ശേഷം ചിന്തകളെ കൃത്യമായി ഒന്നിപ്പിച്ച് വേണം ആ തീരുമാനം വേണോ വേണ്ടയോ എന്ന് പരിപൂർണമായിട്ടും തീരുമാനിച്ച് ഉറപ്പിക്കാനായിട്ട്. എന്ന് വെച്ചാൽ അബദ്ധങ്ങൾ വരാതിരിക്കുക എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ലഗ്നത്തിലെ കേതു രാഹുവൊക്കെ ചിലപ്പോൾ ആളുകളെ കൊണ്ട് ഇടത്തോട്ട് പോയാലാണ് ഗുണമെങ്കിൽ വലത്തോട്ട് പോകാനുള്ള പ്രേരണ തരും. വലതെല്ലാം പോയി അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി സമയം വേസ്റ്റ് ചെയ്ത് തിരിച്ച് പഴയ പോയിന്റിൽ തന്നെ എത്തി. അപ്പോൾ അറിയും ഇടത്തായിരുന്നു പോകേണ്ടുന്നത് എന്ന്. ശേഷം ഇടത്തേക്ക് പോകും. അപ്പോൾ ആദ്യമേ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഈ ഒരു ലാഗ് അല്ലെങ്കിൽ കാലതാമസം ഒഴിവാക്കാം. 2, 11-ലാണ് ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ നിൽക്കുന്നത്. പൊതുവേ 6-ലും 11-ലുമൊക്കെ ഗുളികൻ നിന്നാൽ വളരെ നല്ലതാണ്. ഇതിന് പരിഹാരം ചെയ്യാനും പാടില്ല. ചില റെയർ കേസുകളിൽ മാത്രമേ 11-ൽ നിൽക്കുന്ന ഗുളികനെ പരിഹാരം ചെയ്യാവൂ. നോർമലി നിൽക്കുന്ന ഗുളികനെ അത് പരിഹാരം ചെയ്യാൻ പാടില്ല. ഇവിടെ 11-ലാണ് ലാഭസ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്നു, നല്ലതാണ്. പക്ഷേ കർമ്മസ്ഥാനമായിട്ടുള്ള 10-ലേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയും വ്യയസ്ഥാനം അഥവാ ചെലവിൻ്റെ സ്ഥാനമായിട്ടുള്ള നീചനായി വ്യാഴം നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിനെ ഭയക്കേണ്ടതില്ല, പക്ഷേ ശ്രദ്ധിക്കണം. 1 ഭംഗം ചെയ്തു നിൽക്കുന്ന വ്യാഴമാണ്. 2 രുചക മഹായോഗം കൊടുത്തു നിൽക്കുന്ന കുജൻ. ലഗ്നാൽ 10-ൽ കുജൻ്റെ ക്ഷേത്രത്തിൽ വൃശ്ചികത്തിൽ നിൽക്കുന്നു, ബലവാനായി തന്നെ. അത് രുചക മഹായോഗം എന്ന് പറയും. തൊഴിൽ സംബന്ധമായി വളരെ ഔന്നത്യങ്ങളിൽ ഈ വ്യക്തിയെ എത്തിക്കാൻ ഈ ഒരൊറ്റ യോഗം മതിയാകും. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടി അവിടെ ഉള്ളത് കൊണ്ട് ചെറിയ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഡിലേ അല്ലെങ്കിൽ ചെറിയ ഇറിറ്റേഷൻസ്, ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ മാറ്റ ജോലികൾ, ഒരു സ്ഥലത്ത് കുറേ കാലം ജോലി ചെയ്യുകയും അവിടെ നിന്നും എന്തെങ്കിലും കാരണങ്ങളാൽ ജോലി സംബന്ധമായതോ വ്യക്തി സംബന്ധമായതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ മറ്റൊരു സ്ഥലത്തേക്ക് മാറി ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് ധാരാളമായിട്ടുണ്ടാകാം. അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പക്ഷേ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി കുജനിലേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇവിടെ അതില്ല. പ്രത്യേകിച്ചും രുചക മഹായോഗം കൊടുക്കുന്ന കുജനാണ് ഇദ്ദേഹത്തിന് ലഗ്നാൽ 10-ൽ ഉള്ളത്. വളരെ നല്ലത് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു യോഗം തന്നെയാണ്. ചെലവുകളെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 12-ൽ നീചനായി വ്യാഴം ഉണ്ട്. അതുപോലെ തന്നെ രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടി 12-ലേക്ക് വരുന്നുണ്ട്. ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ രാഹു ഗുളികൻ കോമ്പിനേഷൻ ലഗ്നാൽ 12 വ്യയസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അൺനെസസറി ആയിട്ടുള്ള ചിലവുകൾ, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ഒരു 10,000 രൂപ മാറ്റി വച്ചിട്ടുണ്ട്, ആ ഉദ്ദേശിച്ച കാര്യം ഒഴികെ ബാക്കി പല കാര്യങ്ങൾക്കുമായി ആ 10,000
ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക. ആദ്യം വിചാരിക്കേണ്ടത് ആ 10,000 ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ എന്ന് ഉറച്ച് തീരുമാനിക്കുക. അപ്പോൾ തന്നെ ഒരു 50% നെഗറ്റീവ്സും മാറി നിൽക്കും. ബാക്കി 50നെ നമ്മളുടെ ബുദ്ധിയും ചിന്താശേഷിയും പ്രായോഗിക കഴിവും വെച്ച് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിലേക്ക് ചിന്തകളെ ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കണം. മാത്രവുമല്ല 10ൽ നിൽക്കുന്ന കുജൻ ലഗ്നാൽ 4ലേക്ക് 4ാമത്തെ ദൃഷ്ടി നടത്തുന്നു. നല്ല ധൈര്യം, മനസാന്നിധ്യം, ചങ്കൂറ്റം എന്നൊക്കെ പറയാം ഉണ്ടാവും. നല്ലതാണ്, വളരെ നല്ലത് തന്നെയാണ്. കുജൻ്റെ 8ാമത്തെ ദൃഷ്ടി 2, 4, 6, 8 ചന്ദ്രനിലേക്ക് വരുന്നു. വളരെ നല്ലതാണ്. കുജനും ചന്ദ്രനും ഒരുമിച്ച് ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് മഹായോഗങ്ങളിൽ ഒന്നായിട്ടുള്ള ശശി മംഗള യോഗമാകും. ഇത് കുജൻ്റെ ദൃഷ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് വേണം അതിനെടുക്കാനായിട്ട്. ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു ശശിമംഗള യോഗമെന്ന് പറയാം തത്വത്തിൽ. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9ൽ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വളരെ നല്ലതാണ്. മോശം ദൃഷ്ടികൾ ഒന്നുമില്ല. രാഹുവിൻ്റെ സാന്നിധ്യമോ ഗുളികൻ്റെ സാന്നിധ്യമോ അതേപോലെ തന്നെ ശനിയുടെ സാന്നിധ്യമോ ഒന്നും തന്നെ മോശം ഗ്രഹങ്ങളുടെ സാന്നിധ്യങ്ങളൊന്നും ഇല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9ൽ എല്ലാവിധ ആഡംബരങ്ങൾക്കും യോഗ്യത എന്നർത്ഥം അതുണ്ടാവുകയും ചെയ്യും ഭാവിയിൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു അടിച്ചു പൊളിക്കലിൻ്റെ ഗ്രഹം കൂടാണ്. പണം പൊട്ടിക്കുന്നത് ശുക്രനൊരു ഹോബി തന്നെയാണ്. അവിടെ കണക്ട് ചെയ്യേണ്ടുന്ന പോയിൻ്റാണ് 12ലേക്കുള്ള രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി. ഇവിടെ ശുക്രൻ കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യുകയും ജന്മന ചെലവുകൾ അല്പം കൂടിയിരിക്കണമെന്നൊരു യോഗം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെ കണ്ടു വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ വരവ് ധാരാളമുള്ള ഒരാൾക്ക് ചിലവൊരു പ്രശ്നമല്ല. എന്നിരുന്നാൽ തന്നെയും ഒരു ചിട്ട ചിലവുകൾ സംബന്ധമായിട്ട് വേണം എന്ന് സാരം. 9ലെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ 10ലെ കുജൻ രുചകയോഗം കൊടുക്കുന്നു, വളരെ നല്ലതാണ്. 12ലാണെങ്കിൽ കൂടെ വ്യാഴം ഭംഗം ചെയ്തു നിൽക്കുന്നു, നല്ലതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ കൃത്യമായിട്ടത് ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലഗ്നാൽ 5, 6, 7 7ാം ഭാവാധിപൻ 8ലും 7ൽ ബുധൻ രാഹു കോമ്പിനേഷനാണ്. അപ്പോൾ 7ാം ഭാവാധിപന് ശനി ദൃഷ്ടി, പരസ്പരം ദൃഷ്ടിയാണ്. ശനി സൂര്യനെയും സൂര്യൻ ശനിയെയും ദൃഷ്ടി ചെയ്യുന്നു. വിവാഹം നടത്തുന്നത് ശ്രദ്ധിച്ചു വേണം. ചേരുന്ന ഗ്രഹനിലകൾ രാഹുവുണ്ട്. ചേരുന്ന ഗ്രഹനിലകൾ മാത്രമേ ചേർക്കാവൂ. മാത്രവുമല്ല ഗ്രഹനില ചേർന്നാൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ കൃത്യമായി സംസാരിച്ച് ഒരേ ഒരു ചിന്താഗതിക്കാരാണ്, ഒരേ ഒരു വൈബിൽ ഒരു വേവ് ലെങ്ത്തിൽ പോകുന്നവരാണ് എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഈ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കാനായി 2 കാര്യങ്ങളേ ഉള്ളൂ. 1 ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, 2 ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ കുജ ദശയിൽ ജനിച്ചു 98 വരെ കുജൻ, അതിനുശേഷം രാഹു 2016 വരെ, അതിനുശേഷം ഗുരു 2032 വരെ, അതിനുശേഷം ശനി 2051 വരെ, ശേഷം ബുധൻ 2068 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ശുക്രനാണ് 16/2/2024 തൊട്ട് 17/10/2026 വരെ. ഗുരുവിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ 12ൽ നിൽക്കുന്ന വ്യാഴമാണ്. അതിൻ്റെ തുടക്ക ഒരു സ്റ്റേജ്, പ്രത്യേകിച്ച് വ്യാഴദശയൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് ലാഗ് വരികയും അതിനുശേഷം പിന്നീട് അത് മാറുകയും, എന്നാൽ ശുക്രൻ്റെയൊക്കെ അപഹാരം പൊതുവേ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലവുകളെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് ലഗ്നത്തിലെ കേതു രാഹു കോമ്പിനേഷൻ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ഒരല്പം ശ്രദ്ധ കൂടെ കാണിച്ച് ചിന്താശേഷിയുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ഉയരങ്ങളിലെത്താൻ ഈ 2 ഗ്രഹങ്ങൾ തന്നെ ഇദ്ദേഹത്തെ സഹായിക്കും. ശുക്രൻ ആൻഡ് മാർസ് കുജൻ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.